എൻ്റെ പേര് ആലീസ്. എനിക്ക് ഭർത്താവും 2 മക്കളുമാണ് ഉള്ളത്. എൻ്റെ വീട് പുറവയിലാണ്. ഞാൻ ജനിച്ചതും വളർന്നതെല്ലാം അവിടെ തന്നെയാണ്. എൻ്റെ കുടുംബത്തിൽ 7 മക്കളാണുള്ളതിൽ. അതിൽ ഏറ്റവും ഇളയതാണ് ഞാൻ. പക്ഷേ ഞാൻ ആഗ്രഹിച്ച പോലുള്ളൊരു ജീവിതമോ സന്തോഷമോ എൻ്റെ വീട്ടിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല. മാതാപിതാക്കളിൽ നിന്നോ സഹോദരിൽ നിന്നോ ഞാൻ ആഗ്രഹിച്ച സ്നേഹം ഒരിക്കലും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ കൊച്ചിലെ നന്നേ ചെറുപ്പത്തിൽ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ ഇന്ന് പ്രാർത്ഥിക്കുന്നവരല്ല, അന്ന് ഗൗരവസ്വനാളിനോടാണ് എൻ്റെ പ്രാർത്ഥന. സ്വർഗ്ഗസ്വനാഥാവ് നന്മ പറഞ്ഞു ചൊല്ലി ഓരോ എണ്ണം വെച്ച് 10, 20, 5 അങ്ങനെയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു പോകും. നല്ല വിഷമം വരുമ്പോൾ കാട്ടിലേക്ക് ഓടി വാവിട്ട് നിലവിളിക്കും. എന്നിട്ട് അമ്മേനെ വിളിക്കും, എൻ്റെ അമ്മയെ ഓടി വായോ എന്ന് പറഞ്ഞ്. അന്ന് രാത്രിയിൽ ഒരു അത്ഭുതം ഉറപ്പാണ്. ഒരു സ്വപ്നം ഞാൻ കാണും. ഒന്നിൽ അമ്മ വരും. അമ്മ വന്ന് എന്നെ ചേർത്ത് നിർത്തും. സ്വപ്നമാണ്. ചേർത്ത് നിർത്തും. ചിലപ്പം തട്ടി തലോടും, ചിലപ്പോൾ എടുത്തു നടന്ന് പൂ പറിച്ചു തരും. അങ്ങനെ പല രാത്രിയിലും പല ദിവസങ്ങളിലും എനിക്ക് അനുഭവം ഉണ്ടായിക്കൊണ്ടിരുന്നു. അതിനായി ഞാനിങ്ങനെ ഗീവർഗീസിനോട് തന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വേറെ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കണമെന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഒരു 10-16 ഒരു 14 വയസ്സായപ്പോഴത്തേക്കും എനിക്ക് തോന്നി എൻ്റെ സ്വഭാവം നഷ്ടപ്പെടാതിരിക്കാനും മോശമാകാതിരിക്കാനായിട്ട് ഞാൻ തന്നെ എവിടുന്നൊക്കെ തപ്പി കണ്ടുപിടിച്ച് അന്നത്തെ കാലത്ത് യേശുപിതാവിനോട് പ്രാർത്ഥന, കന്യാവ്രതക്കാരുടെ കാവൽക്കാരനും പിതാവുമായി യേശുപിതാ എന്നുള്ള പ്രാർത്ഥന അതെനിക്ക് കിട്ടി. അത് ഞാൻ എല്ലാ ദിവസവും ചെല്ലുമായിരുന്നു. 2-3 ദിവസം 2-3 പ്രാവശ്യം. പിന്നെ ആരെങ്കിലും ഒരു വിഷമം കാണുമോ, വേദന ഉണ്ടാവുമോ, ബുദ്ധിമുട്ടുണ്ടാവുമോ ചെയ്യുവാണെങ്കിൽ ആരും അറിയാതെ ഞാൻ ഉപവസിക്കും. അല്ലെങ്കിൽ ഒരാഴ്ച അല്ല 10 ദിവസമൊക്കെ ഇറച്ചി മീനൊക്കെ ഉപേക്ഷിച്ച് അങ്ങിരിക്കും. അന്നേരം വീട്ടുകാർ ചോദിക്കും, നീ എന്നെ കഴിക്കാത്തത്? ഞാൻ പറയും വേണ്ടായിട്ടാണ്. അപ്പം അവരോടും ഒന്നും പറയാല, അന്നും പ്രാർത്ഥിക്കും. ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ മുന്നോട്ടൊന്ന് പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് കൃത്യം 18ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് പള്ളിത്താഴത്തു നിന്നാണ് വീട്ടുകാരെ. അവിടെ 4 ആണും 2 പെണ്ണുങ്ങളും 6 മക്കളുള്ള കുടുംബത്തിലേക്കാണ് കടന്നു വന്നത്. എൻ്റെ വീട്ടിൽ ഞാൻ ഏറ്റവും ഉള്ളതാണെങ്കിൽ ഞാൻ കടന്നു വന്ന വീട് ഏറ്റവും മൂത്തതായിട്ടാണ് വന്നത്. ഒത്തിരിയേറെ ഉത്തരവാദിത്തങ്ങൾ. 18 വയസ്സേ എനിക്കുള്ളൂ. എനിക്കൊന്നും അറിയില്ല. എന്നാലും ഒക്കെ സഹിച്ചും കണ്ടും കേട്ടും പൊരുത്തപ്പെട്ടു. 4 ആണുങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു പെണ്ണായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ വളരെ ഞെരുങ്ങി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ കുറേ നാളത്തേക്ക് പ്രാർത്ഥന മുടങ്ങിയാലും എപ്പോഴും എൻ്റെ നാവ് ഇങ്ങനെ ഹൃദയം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതിങ്ങനെ നിരന്തരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞാൻ വർത്താനം പറയുമ്പോഴോ ഇരിക്കുമ്പോഴോ കിടക്കുമ്പോഴോ ഉറങ്ങാൻ കിടക്കുമ്പോഴോ എൻ്റെ മനസ്സിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. യേശുവേ നന്ദി, യേശുവേ സ്തുതി എന്ന്. ഞാനിങ്ങനെ അമ്മേനെ നിരന്തരം വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു രാത്രിയിൽ എനിക്കൊരു ദർശനമുണ്ടായി. ഉറക്കത്തിലാണ്, സ്വപ്നമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അമ്മ എൻ്റെ അടുത്ത് വരുന്നു. എന്നിട്ട് ചേർത്ത് പിടിച്ചിട്ട് കൊച്ചിനാ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് 2 ചെരുപ്പ് വേണമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ചെരുപ്പൊന്നും ഉപയോഗിച്ചിട്ടേ ഇല്ലായിരുന്നു. എന്നിട്ട് മേടിച്ച് തരാൻ പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് സ്വർഗ്ഗത്തിൽ വരണമെന്ന്. എന്നിട്ട് മാതാവിൻ്റെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ നേരെ കൊണ്ടുപോവുകയാണ്. ആദ്യമായിട്ട് 2 ചെരുപ്പ് എൻ്റെ കയ്യിൽ തന്നു. 2 പ്ലാസ്റ്റിക് ചെരുപ്പ്. അതെൻ്റെ കയ്യിൽ ഞാനിങ്ങനെ ഉയർത്തിപ്പിടിച്ചു. മറ്റേ കയ്യിൽ മാതാവിൻ്റെ കൈയും. അങ്ങനെ ഒരു വിളഞ്ഞു കിടക്കുന്ന നെൽക്കതിരിൻ്റെ ഇടയിലൂടെ വരമ്പത്തൂടെയാണ് പോകുന്നത്. പോയി ചെല്ലുമ്പോൾ ഒരു വലിയ റൂം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ആ റൂം ഒരു കുഞ്ഞു വാതിലും. അത് തള്ളി തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ പലവിധ വർണ്ണങ്ങൾ ഇങ്ങനെ കളറിൽ ഇങ്ങനെ തിളങ്ങുന്നത് കണ്ടു. നടുക്കേക്ക് നോക്കുമ്പോൾ കർത്താവ് ഇരിക്കുന്ന ഒരു കസേരയിൽ പുറകിൽ യേശുപിതാവ് ഒരു പൂവുമായിട്ട് നിൽക്കുന്നുണ്ട്. എന്നെ കണ്ടപ്പോൾ യേശുപിതാവ് തിരിഞ്ഞു നോക്കി ചിരിച്ചു. എന്നിട്ട് അമ്മ പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ചുറ്റും നോക്കി, ഒന്നും കണ്ടില്ല. പിന്നെയും പറഞ്ഞു, ഇരിക്കുമോളേന്ന്. ഞാനൊരു സ്ഥലം കാണാഞ്ഞിട്ട് ഞാൻ ചാടിക്കയറി കർത്താവിൻ്റെ മടിയിലേക്ക് ഇരുന്നു. കർത്താവിനെ ചേർത്ത് പിടിച്ചു. എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഒത്തിരി സ്നേഹം വേണം, എനിക്ക് സ്നേഹമില്ലാത്തതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്നെ ആരും മോളേന്ന് വിളിച്ചിട്ടില്ല, എന്നെ ഒന്ന് മോളേന്ന് വിളിക്കാമോ എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ ചെവിയിലേക്ക് ചുണ്ട് ചേർത്ത് വെച്ച് മോളേന്ന് 2 ചെവിയിലും മാറി മാറി വിളിച്ചു. അപ്പോൾ ഒരു കുഞ്ഞു പഞ്ഞിക്കെട്ട് പോലെ, ഭാരമില്ലാത്ത പോലെ ആയിരുന്നു എൻ്റെ അവസ്ഥ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, എനിക്കിവിടെ എല്ലാം കാണാമെന്ന് പറഞ്ഞു. ആരെ കാണണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുറേ ആൾക്കാരുടെ പേര് ഞാൻ പറഞ്ഞു. ഇന്ന ആൾക്കാരും മരിച്ചു വന്നിട്ടുണ്ട്, അവരെവിടെയാണെന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. കാണിച്ചു തരാൻ പറ്റില്ല, പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് പേര് ഞാൻ പറയുന്നില്ല. ഞാൻ അറിയുന്ന കുറേ പേര് ഞാൻ ഇങ്ങനെ സ്വർഗ്ഗത്തിലാണോ നരകത്തിലാണോ എവിടെയാണെന്ന് ചോദിച്ചപ്പം 2-3 ആൾക്കാരുടെ പേര് പറഞ്ഞു. ശുദ്ധീകരണ സ്ഥലത്തിലുണ്ട്. 2-3 ആൾക്കാരുടെ പേര് പറഞ്ഞു. ഇവിടെയുണ്ട്. 2-3 ആൾക്കാർ ജീവിച്ചിരിക്കുന്നവർ പറഞ്ഞു. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഇവിടെ വരികില്ല, കൊച്ചു പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോക്ക് പോകാൻ സമയമായി, പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പോകില്ല, എനിക്കിവിടെ മതി, എനിക്ക് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. സമയമാകുമ്പോൾ അമ്മയും വരും ഞാനും വരും കൂട്ടിക്കൊണ്ടുവരാൻ. ഇപ്പം കൊച്ചു പോകാൻ പറഞ്ഞു. എന്നിട്ട് എന്നെ
കൂട്ടിക്കൊണ്ടുവന്ന് അതേ വയൽ വരമ്പത്തിലൂടെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി കട്ടിലേ കൊണ്ട് കിടന്നതായിട്ടൊരു അനുഭവം അന്ന് എനിക്കുണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം പല അനുഭവങ്ങൾ ഇങ്ങനെ മാതാവ് പിന്നെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ രാത്രിയിൽ കുറേ കരയുന്ന ദിവസമാണെങ്കിൽ ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് വന്നു. ഞാൻ അന്നേരം കുഞ്ഞായി, തീരെ ചെറുതായി, ഞാൻ ഒരു 2 വയസ്സൊക്കെ ആയി, അങ്ങനെ ചെറുതായ പോലെയാണ് ഞാൻ കാണുന്നത്. എന്നിട്ട് മാതാവ് എന്നെ അടുത്ത് വന്നിരുന്നിട്ട് എന്നെ എടുത്ത് മടിയിലേക്ക് വെച്ചു. എന്നിട്ട് മാതാവ് പാൽ ഊട്ടുന്നതായിട്ടൊരനുഭവം, ഞാൻ നിറയെ കുടിക്കുന്നതായിട്ടൊരു അനുഭവം എനിക്കുണ്ടായി. അതൊക്കെ കഴിഞ്ഞ് നേരുമ്പോഴത്തേക്കും നല്ല മനസ്സമാധാനവും നല്ല സന്തോഷവും. എന്നാലും വേണ്ട വിധം പ്രാർത്ഥിക്കാൻ അന്നും അറിയില്ല. ഇങ്ങനെ വിളിക്കും, അമ്മേനെ വിളിച്ച് കരഞ്ഞ് കാറി പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പിന്നെ ആ തിരക്കും ബഹളത്തിനും ഇടയ്ക്ക് അധികം പ്രാർത്ഥിക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഒരു സ്തുതിപ്പിൻ്റെ കാലമായിരുന്നു. ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ജപമാല അധികം ചൊല്ലിയല്ല. അന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ജപമാലയല്ലായിരുന്നു, ഒരു സന്ധ്യാപ്രാർത്ഥന എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയായിരുന്നു. അവരതാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്നും ജപമാലയില്ലാറില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ നന്മ കുറഞ്ഞൊരു ചൊല്ലിക്കൊണ്ട് നടക്കും, അല്ലാതെ ജപമാലയില്ല. അങ്ങനെ അവിടുന്ന് 4 വർഷം അങ്ങനെ നന്നായിട്ട് സഹനങ്ങളുണ്ടായിരുന്നു. സഹനത്തിൻ്റെ മേഖലയിലെല്ലാം ഒത്തിരി പ്രാർത്ഥിക്കുന്ന സ്തുതിപ്പും ഈ നന്മ പറഞ്ഞൊറിയും മാത്രം ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നടന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ 4 വർഷം കഴിഞ്ഞ് വേറെ പോന്നു കഴിഞ്ഞ് പിന്നെ കഷ്ടപ്പാടും ദാരിദ്ര്യവും ബുദ്ധിമുട്ടുമായി. അപ്പം മാതാവിനെ കൂടുതൽ വിളിക്കാൻ തുടങ്ങി. പിന്നെ കൊന്തയെല്ലാൻ ആരംഭിച്ചു. 3 4 കൊന്തയെല്ലും ആ കൂടെ കർണക്കൊന്തയെല്ലും. പിന്നെ പള്ളിയിൽ പോകുമ്പോഴും ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും. പിന്നെ കിട്ടുന്ന സമയത്തെല്ലാം സ്തുതിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അധികം കൂട്ടുകെട്ടോ അങ്ങനെ അധികം ബഹളത്തിലോ ഒന്നും പോകാറില്ല. അങ്ങനെ ഒരു ഒതുങ്ങിയ ജീവിതമായിരുന്നു എൻ്റെത്. ഞാൻ അമ്മയോട് കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കൂടുതൽ സഹനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു. ആദ്യം 2 പ്രസവം തന്നെ 2 സിസേറിയനായിരുന്നു. അത് കഴിഞ്ഞ് യൂട്രസ് എടുത്ത് മാറ്റി. അത് കഴിഞ്ഞ് അപ്പൻഡിക്സിന് ഓപ്പറേഷൻ ചെയ്തു. അതിന് മുമ്പ് തന്നെ ടോൺസിൽ ചെയ്തു. പിന്നെ പുറത്തൊരു മുഴയുണ്ടായിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് കണ്ണിന് സർജറി ചെയ്തു. കൈക്ക് ഓപ്പറേഷൻ ചെയ്തു. താടിയിലൊരു മുഴയുണ്ടായിരുന്നു, അങ്ങനെ എടുത്തു കളഞ്ഞു. അങ്ങനെ ഒത്തിരി, ഞാൻ പറഞ്ഞില്ല, എനിക്ക് തന്നെ ഓർമ്മയില്ല എൻ്റെ എന്തെല്ലാം രോഗങ്ങൾ വന്നിട്ടുണ്ടെന്ന്. ഞാനിങ്ങനെ ഈശോയോടും മാതാവിനോടും അടുക്കുന്നതിനോടനുസരിച്ച് എനിക്ക് ജീവിതത്തിൽ സഹനങ്ങൾ ഇങ്ങനെ വരുമായിരുന്നു. പക്ഷെ എനിക്ക് സഹിക്കാനുള്ള ശക്തിയുണ്ട്. പക്ഷേ ഇപ്രാവശ്യത്തെ അസുഖം വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. എന്നിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലിന് ബ്ലോക്കാന്ന് പറഞ്ഞു. പക്ഷെ മരിക്കാൻ എനിക്ക് പേടിയില്ല. പക്ഷേ അത് തളർന്നു കിടന്നാൽ ആരുമില്ലല്ലോ, ഞങ്ങൾ 2 മാത്രമേ ഉള്ളല്ലോ. അതുകൊണ്ട് എനിക്ക് സഹിക്കാനുള്ള ശക്തി തരണേ. എന്ത് രോഗം വന്നാലും ഞാൻ എടുത്തു മാറ്റാൻ പ്രായമില്ല. എനിക്ക് സഹിക്കാനുള്ള ശക്തി, കൊണ്ടു നടക്കാൻ, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി കൊണ്ടു നടക്കാനുള്ള അവസ്ഥയിലാക്കി തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. അങ്ങനെയാണ് കണ്ണൂരോടെ ഒരു ദിവസം ഭയങ്കര സങ്കടം വന്നു. എന്നിട്ട് രാത്രി ചേട്ടൻ അറിഞ്ഞില്ല. ചേട്ടൻ കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്നു. എന്നിട്ട് അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ അവസ്ഥ അമ്മ കാണുന്നില്ല, ഇതാ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. അന്നേരം അമ്മ എന്നെ ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ കൈ കൊണ്ട് ഈശോയുടെ മുറിവുള്ള കൈയിലേക്ക് തൊട്ട് കാണിച്ചു, അവിടെ കൊണ്ട് വെച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ വേദനകളെല്ലാം തിരുമുറിവിലേക്ക് സമർപ്പിച്ച് വെച്ച് പ്രാർത്ഥിക്കാനാണെന്ന്. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരിയേറെ അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. രാത്രിയാണ് എൻ്റെ പ്രാർത്ഥനയും കണ്ണുനീരും തികച്ചും. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കണ്ണുനീരിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഇങ്ങനെ ഓരോ വിഷമങ്ങൾ, അതായത് ഇങ്ങനെ ഈ ഓരോ ദുഷ്ടപ്രവൃത്തികളും ഈ TV-യിലും ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അതൊന്നും പകലൊന്നും കാണിക്കല്ല, രാത്രിയിൽ അതെൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. പിന്നെ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ അറിയാതെ തന്നെ എൻ്റെ കണ്ണിൽ കൂടെ ഇങ്ങനെ കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഒന്ന് പ്രാർത്ഥനാ ആവശ്യമുണ്ടെങ്കിൽ മാതാവ് എനിക്ക് കാണിച്ചു തരും. ചിലപ്പോൾ ഉറക്കത്തിൽ നിന്ന് വിളിക്കും. ഇനി ആൾക്ക് ഒരു പ്രാവശ്യം ഉറക്കത്തിൽ നിന്ന് വിളിച്ചിട്ട് ഒരു മകൻ തൂങ്ങി മരിക്കാനായിട്ട് ഒരുങ്ങുന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ സെക്കൻഡിൽ തന്നെ ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പകലായാലും പ്രാർത്ഥിക്കുമ്പോൾ ഓരോരോ കാര്യങ്ങൾ, ഓരോരോ വിഷയങ്ങൾ മാതാവ് എനിക്ക് കൊണ്ടുതരും. ഞങ്ങൾ നേരത്തെ കുടിയാമലയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളിവിടെ വന്നിട്ട് 5 വർഷമായുള്ളൂ. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇടവകയിൽ നിന്ന് ഇങ്ങനെ വീടുകളിൽ കൂടി മാതാവിനെ കൊണ്ട് വെക്കുമായിരുന്നു. അപ്പോൾ ആ വാടി വെച്ചത് ഞങ്ങളുടെ വീട്ടിലായിരുന്നു. അപ്പോൾ കൊണ്ടുവച്ചിട്ട് അച്ഛൻ പറഞ്ഞു 9 മണി വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ, അത് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ്റെ പെങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 മണി വരെ ഇരുന്ന് പ്രാർത്ഥിച്ചു.
അപ്പോൾ മാതാവിനെ കൊണ്ട് വെച്ചപ്പോൾ ഒരു 3/4 മീറ്റർ മാല മാതാവിൻ്റെ കഴുത്തലിട്ടായിരുന്നു കൊണ്ട് വെച്ചപ്പം. അത് കഴിഞ്ഞ് 2 മണിയായപ്പോൾ ഇവർ കിടന്നുറങ്ങി, ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊന്തയിൽക്കൊണ്ടിരുന്നു. നേരം വെളുത്ത് മാതാവിനെ എടുക്കാൻ അവർ വന്നപ്പം 3/4 മീറ്റർ മാല ഇട്ടത് ഒരു 4.5 മീറ്ററോളം വളർന്ന് നിലത്ത് മുട്ടാനായി. നല്ല മുല്ലപ്പൂവിൻ്റെ ഇത് സുഗന്ധം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ചേട്ടനുണ്ട്, ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് മാതാവ് വരുമ്പോൾ ഒന്നിലോ മുല്ലപ്പൂവിൻ്റെ മണം വരും, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഒരു പ്രത്യേക അനുഭവം ഉണ്ടാവും. അപ്പോൾ എൻ്റെ ശരീരം നല്ലപോലെ മുല്ലപ്പൂവിൻ്റെ മണം വന്നു. ശരീരം ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ചൂടോ എന്തോ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ മാതാവ് വരുന്നുണ്ട്, മുല്ലപ്പൂവിൻ്റെ മണം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ മുട്ടുകുത്തി. ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ നല്ലൊരു തിളക്കോ ഒരു പ്രകാശം ഒരു ഇടിമിന്നലൊക്കെ പോലെ ഒന്ന് കണ്ടു. പെട്ടെന്ന് മാതാവ് അന്ന് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട് തോന്നി. പക്ഷെ ചേട്ടൻ കാണുന്നില്ല. ചേട്ടൻ അത് ഒരു നെറ്റിക്ക് ഒരു മരപ്പ് വന്നെന്ന് പറഞ്ഞു. മാതാവിനെ കാണുന്നില്ല, മണവും വന്നു. പക്ഷെ മാതാവ് ഒരു പിടി കൊന്തയായിട്ട് 7 കൊന്ത 7 കൊന്തയാണെന്ന് എനിക്ക് തോന്നുന്നത്. പല കളറിലുള്ള കൊന്ത എൻ്റെ കയ്യിലേക്ക് നീട്ടി തന്നിട്ട് പറഞ്ഞു, ഇത് മുഴുവൻ എനിക്ക് വെളുപ്പിച്ച് തരണം എന്ന് പറഞ്ഞു. ഇനിയും ധാരാളം കൊന്ത എല്ലണം, ഇത് എനിക്ക് വെളുപ്പിച്ച് തരണമെന്ന് പറഞ്ഞു. എന്നിട്ട് മാതാവ് അങ്ങ് മറിഞ്ഞു. അത് കഴിഞ്ഞ് നേരം വെളുത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നേരം വെളുത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും 2-3 ദിവസത്തേക്ക് ആ മണം, മാതാവിൻ്റെ ആ മണം, മുല്ലപ്പൂവിൻ്റെ മണം വീട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ ഒരു ദിവസം ഞങ്ങൾ കുടിയാമല പള്ളിയിൽ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ കസേരയിലായിരുന്നേ. വട്ടത്തിലിരിക്കുമ്പം ഇങ്ങനെ എൻ്റെ അടുത്തൊരു കസേര ഒഴിവായി കിടപ്പുണ്ട്. പ്രാർത്ഥന ഒരു പകുതിയായി കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ വന്ന്, പ്രാർത്ഥന സമയത്ത് അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ, എന്നാലും ഒരാൾ വന്ന് എൻ്റെ അടുത്തിരുന്നു. നോക്കുമ്പോൾ കൈ ഇങ്ങനെ നീട്ടി പിടിച്ചിട്ടുണ്ട്, വിരലിങ്ങനെ നീണ്ട വിരൽ, ഒരു വെള്ള ഉടുപ്പ് പോലെ വെള്ള വസ്ത്രം പോലെ എനിക്ക് തോന്നി. ഞാൻ ഒന്നിങ്ങനെ നോക്കി, പിന്നെ ഞാൻ നോക്കിയില്ല. അത് കഴിഞ്ഞ് പ്രാർത്ഥന തീരാറായി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ ആളില്ല. പിന്നെ ഞാൻ നോക്കിയ ആളില്ല. എന്നിട്ട് ഞാൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവരോട് ചോദിച്ചു, എടി നമ്മുടെ അടുത്ത് വന്നിരുന്ന ആളെന്തിയെ, ഇത് എപ്പോഴും ഏറ്റുപോയി, ഞാൻ കണ്ടിട്ടില്ലോ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, അങ്ങനെ ഒരാൾ വന്നിട്ടുമില്ല, ഞങ്ങളാരും കണ്ടിട്ടുമില്ലെന്ന് പറഞ്ഞു. അത് അമ്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, എൻ്റെ തൊട്ടടുത്തിരുന്ന ആരും കണ്ടില്ല, ഞാൻ മാത്രം കണ്ടത്. ഞാൻ വിശ്വസിക്കുന്നത് അമ്മയാണെന്ന്. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം മാതാവിൻ്റെ ഈ കൃപാസനത്തിൽ മാതാവിനെ കൊണ്ടു. ആ മാതാവിനെ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ആ മാതാവിനെ ആദ്യമായിട്ട് കാണുക. അപ്പോൾ ഒരു കൊച്ചു മാതാവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് കൃപാസനത്തിലെ. ഞാൻ ഇതേതായി നീല ഉടുപ്പൊക്കെ ഇട്ട ഫുള്ള് നീലയാണല്ലോ, ഇതേതാ മാതാവെന്ന് ഓർത്ത് ഞാനിങ്ങനെ സൂക്ഷിച്ച് നിൽക്കുന്നു. കൊച്ചു മാതാവാണ്. കുറേ നേരം ഇങ്ങനെ നോക്കി, കുറച്ച് നേരം എൻ്റെ മുമ്പിൽ നിന്നിട്ട് മാതാവ് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഒരു മാതാവിനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് തന്നെ ഈ ചിന്ത, ഇത് മാതാവല്ലേ, ഞാൻ മാതാവ് തന്നെയാണ്, പിന്നെ ഇങ്ങനെ ഒരു വേഷത്തെ ഞാൻ കണ്ടിട്ടില്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കൃപാസനം മാതാവിൻ്റെ കാര്യം പറയും, ആ ഫോട്ടോ എനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായത് കൃപാസനം മാതാവാണെന്ന്. അതുപോലെ തന്നെ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ആദ്യം ഒരു മാതാവിൻ്റെ മുഖം കണ്ടു. എന്നിട്ട് ആ സ്ഥാനത്ത് ആളവിടെ ഉണ്ട്, പക്ഷെ മുഖം മാറി 7 മാതാവിൻ്റെ രൂപം ഒരേ സ്ഥലത്ത് ഒരേ മുഖമായിട്ട് മാറി വന്നു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഇതെല്ലാം ഞാൻ ധാരാളം കൊന്തയിലും, ഏത് സമയം കൊന്തയിലും, രാത്രി കാലങ്ങളിൽ ഉറക്കമില്ലാത്തപ്പോഴും കണ്ണടച്ച് കിടന്ന കൊന്തയിലും, ഉറക്കം തെളിയുമ്പോഴും കൊന്തയിലും, നടക്കുന്ന വഴിയും എടുക്കുന്ന വഴിയും ജോലി ചെയ്യുമ്പോഴും എല്ലാം ഇങ്ങനെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും. ഇന്ന് ജോലി ചെയ്യുമ്പോൾ എനിക്ക് ജപമാല എണ്ണ അറിയത്തില്ല, അന്നേരത്തെ എണ്ണം തെറ്റിപ്പോയി. അതുകൊണ്ട് വെറുതെ നന്മ പറഞ്ഞാൽ ചെല്ലും. പിന്നെ ഇരുന്നിട്ടാണ് ഞാൻ ജപമാല ചെല്ലുന്നത്. എൻ്റെ മോൾ എനിക്ക് ഒരു 1000 മണി ജപമാല കെട്ടിത്തന്നു. ആദ്യം ഞാൻ ചെറിയ 10 മണിയായിരുന്നു ചെല്ലുന്നത്. 10 നന്മ പറഞ്ഞോറി ഒരു സർവസ്വനാഥാവ് ചൊല്ലിക്കൊണ്ടിരുന്നത്. അങ്ങനെയായിരുന്നു 10-21 കൊന്തയാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതെനിക്കൊരു പാടായി. അന്നേരം ഞാൻ അവളോട് ചോദിച്ചു, എനിക്കൊരു കൊന്ത കെട്ടിത്തരാമെന്ന് ചോദിച്ചു. അവൾ എങ്ങനത്തെ വേണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് 1000 മണി ജപമാല കെട്ടിത്തരണമെന്ന് പറഞ്ഞു. അവൾ എന്നിട്ട് 1000 മണിയുടെ ജപമാല കെട്ടിത്തന്നു. അത് 50 നന്മ പറഞ്ഞോറിയും ഒരു സ്വർഗസ്വനായതാവോ, അന്നേരം ഒരു രഹസ്യമാവുന്നുള്ളൂ. അങ്ങനത്തെ ഒരു ജപമാല കെട്ടുന്നു. അതിപ്പോൾ 1.5 വർഷമായി എൻ്റെ കൈ കിട്ടിട്ട്. ആ 1.5 വർഷം അതിൻ്റെ ഇടയ്ക്ക് 2 ദിവസമേ അത് മുടങ്ങിയിട്ടുള്ളൂ. ബാക്കി 1 ദിവസം ഇതുവരെ മുടങ്ങിയിട്ടില്ല. എല്ലാ ദിവസവും അങ്ങ് ചെല്ലും. അത് ചെല്ലുന്നതിന് മുമ്പുമായിട്ടും പിന്നെ നന്മ പറഞ്ഞോറും ചൊല്ലിക്കൊണ്ടിരിക്കും. കണ്ണെപ്പോൾ അടയുന്നു അന്നേരം വരെ ഉണ്ടാവും. കണ്ണ് തുറക്കുന്ന ആ സമയത്ത് പിന്നെയും ചെല്ലും. ഞാനല്ല, എൻ്റെ ഉള്ളിലിരുന്ന് ചെല്ലുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും, ഹൃദയം ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കും. ഒരു പ്രാവശ്യം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നപ്പം ഇങ്ങനെ, മാതാവ് ഞാൻ ഇങ്ങനെ ചെല്ലുന്നതിന് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിക്കുന്ന നിമിഷവും എൻ്റെ പ്രാർത്ഥന ഞാൻ ഫലവത്താണോ, അമ്മയ്ക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പിടി പൂക്കളുമായിട്ട് എൻ്റെ മുമ്പിൽ, ഒരു പിടി റോസാപുഷ്പമായിട്ട് എൻ്റെ മുമ്പിൽ വന്നു. പിന്നെ ഒരു പ്രാവശ്യം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം കർത്താവിന് ഇങ്ങനെ ഹൃദയം പിളർന്ന് ചങ്കര ചോര ഇങ്ങനെ ഒലിക്കുന്നതായിട്ട് കണ്ടു. അതുപോലെ തന്നെ പള്ളി പോവുകയാണെങ്കിൽ നന്നായിട്ട് വിഷമിച്ച് പോകുന്ന അവസരത്തിൽ എന്നൊരു സാന്നിധ്യം ഉറപ്പാണ്. എന്നൊരു കർത്താവിനെ കാണും, കർത്താവിൻ്റെ ഒരു അഭിഷേകം ഉണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരും, അല്ലാതെ മാതാവ് അടുത്ത് വരും, അല്ലെങ്കിൽ പിന്നെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണും. ഞാനിങ്ങനെ പള്ളി ചെന്നാലും ഒത്തിരി കാര്യങ്ങളൊന്നും പറയല. അന്നത്തെ ഒരാഴ്ചത്തെ കാര്യങ്ങൾ സമർപ്പിച്ചിട്ട് ഞാനിങ്ങനെ കർത്താവിനെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കും. ദൈവകാരൻ ഈശോയെ ഞാൻ തന്നെ സ്നേഹിക്കുന്നു, ഇത് മാത്രമേ ഞാൻ ചെല്ലാം പറയുള്ളൂ. ഇങ്ങനെ എങ്ങും അപ്പുറം ഇപ്പുറം നോക്കാതെ തന്നെ കുർബാനയുടെ സമയം വരെ ചൊല്ലിക്കൊണ്ടിരിക്കും. കുർബാന ചൊല്ലിക്കഴിയുമ്പോൾ പിന്നെ ഞാൻ അച്ഛനല്ല കാണുന്നത്,
പിന്നെ ഞാനവിടെ കാണുന്ന കർത്താവാണ്. അത് മിക്ക ദിവസങ്ങളിലുണ്ട്. അച്ഛനെ ഞാനവിടെ കാണാറേ ഇല്ല. കർത്താവ് തന്നെ കുർബാന ചെല്ലുന്നതും അപ്പം മുറിക്കുന്നതും കൊടുക്കുന്നതും എടുക്കുന്നതും, കുർബാന കഴിഞ്ഞ് മിക്ക ആൾക്കാർക്കും വചനം എടുത്തു കൊടുക്കുന്ന, ബൈബിൾ തന്നിട്ട് ഓരോ വചനം ഇങ്ങനെ എടുത്തു കൊടുക്കുന്നതായിട്ട് കാണാം. അങ്ങനെ നല്ലൊരു അനുഭവമുണ്ട്. അതുപോലെ തന്നെ ഞായറാഴ്ച കുർബാനകളിൽ മിക്ക ദിവസവും ഒരു ഓശാന്തി നടക്കുന്നത്, പല അത്ഭുതങ്ങളും ഞാൻ കാണാറുണ്ട്. കർത്താവ് ഈ കഴിഞ്ഞതിന് മുമ്പത്തെ ഞായറാഴ്ച ഒരാളുടെ കാലിൻ്റെ അസ്ഥിക്ക് ഓപ്പറേഷൻ ചെയ്യുന്നത് കണ്ടു. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ കിഡ്നിക്ക് സൂപ്പെടുന്ന കിഡ്നി ഇങ്ങനെ പോയി പറിച്ചെടുക്കുന്നതായിട്ട് കണ്ടു. പിന്നെ ഒരു പ്രാവശ്യം പുള്ളി ചെവിക്കകത്ത് വിരലിടുന്നത് കണ്ടു. ഹാർട്ട് പിന്നെ പറിച്ചെടുക്കുന്നത് കണ്ടു. അങ്ങനെ മിക്ക ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു അത്ഭുതം കാണാൻ പറ്റുന്നുണ്ട്. അതെല്ലാം ഞാൻ വിചാരിക്കുന്ന ദൈവം ജപമാല ഇല്ലതിലൂടെ കർത്താവ് കാണിച്ചു തരുന്നതാണെന്ന്. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്തവൻ അലക്സ് ബാബു, എൻ്റെ ഭാര്യ സ്റ്റെനിമോള്, 3 കുഞ്ഞുങ്ങൾ, ഏഞ്ചലീന, അബിയേൽ, ആൻസലീൻ. സ്റ്റെനിമോളുടെ കാര്യം പറയുമ്പോൾ ഒരു അത്ഭുതമാണ്. അവൾ 3ാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുമ്പോൾ 8 മാസം തുടങ്ങി കഴിഞ്ഞപ്പോൾ അവൾക്ക് പെട്ടെന്ന് പ്രഷർ കൂടിയിട്ട് ബോധം കെട്ടുപോയി. അപ്പാടെ തന്നെ ആശുപത്രി കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പിന്നെ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ തലച്ചോറിനകത്ത് ഒരു ഞരമ്പ് പൊട്ടി, പിന്നെ കിഡ്നി രണ്ടും പ്രവർത്തനരഹിതമായി, കരളിനകത്ത് വെള്ളം കെട്ടി, ഒരു വശം തളർന്ന പോലെയായി, ബോധമില്ലാതായി. അങ്ങനെ എല്ലാവരും പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല, ഓപ്പറേഷൻ ചെയ്യാനില്ല, ഒന്നും ചെയ്യാനില്ല, പിന്നെ മരിച്ചുപോയി, ഇനി നമുക്ക് 3 ദിവസം നോക്കാമെന്ന് പറഞ്ഞ് അവർ വെന്റിലേറ്ററിൽ ഇട്ടു. അങ്ങനെ പിന്നെ ഞങ്ങളോട് നാട്ടിലോട്ട് വിളിച്ച് പറഞ്ഞു അവർക്ക് ഇങ്ങനെയാണ് അവസ്ഥ എന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ എല്ലാ സ്ഥലത്തും പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചു. എന്നിട്ട് ഞങ്ങൾ മാതാവിൻ്റെ മുമ്പിൽ മെഴുകുതിരി കത്തിച്ച് ഞാനും ചേട്ടനും 3 രാത്രിയും 3 പകലും അവിടെ തന്നെ ഇരുന്നു. എഴുന്നേറ്റിട്ടില്ല, ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. അയലൊക്കത്തെ വീട്ടിൽ നിന്ന് കഞ്ഞിയൊക്കെ ആയിട്ട് അവർ കൊണ്ടുത്തരും. ഞങ്ങൾ 3 ദിവസം ഇരുന്നു. അങ്ങനെ 3 പോയി 6 പോയി. 7ാമത്തെ ദിവസം പറഞ്ഞു അവൾ മരിച്ചു, അവൾ ഇനിയില്ല, അവൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പോവുകയാണ്, ഇനി ജീവിതത്തിലേക്ക് വരികയില്ല, ഡോക്ടർമാർ കൈ കഴിഞ്ഞു, ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 1 ദിവസം കൂടെ കഴിയട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ശനിയാഴ്ച രാവിലെ ഞാനും ചേട്ടനും പള്ളിയിൽ പോയി. അവിടെ കിടന്ന് മാതാവിന് മുമ്പിൽ തല്ലി അലച്ച് കരഞ്ഞു. എൻ്റെ മകനെ കരയിപ്പിക്കില്ലേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് വീട്ടിൽ വന്നപ്പോൾ ഒരു ഫോൺ കോള്, മമ്മിയെ സ്റ്റെനിമോടെ കൈവിരൽ അനങ്ങി എന്ന് പറഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ വിളിച്ചു, അവൾക്ക് സുഖമായേക്കും, ഒരു കുഴപ്പമില്ലെന്ന്, ഡോക്ടർ സ്കാനിങ്ങിന് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. കൊണ്ടുപോയി സ്കാനിങ് ചെയ്ത് നോക്കുമ്പം കിഡ്നി പഴയ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങി. തലച്ചോറിലുള്ള ആ രക്തത്തിൻ്റെ ഒഴുക്ക് അവിടെ നിന്നു. പിന്നെ ഹൃദയത്തിൻ്റെ കൊമ്മള പൊന്തി നിന്ന് അതും അങ്ങ് പറ്റിപ്പോയി, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഡിസ്ചാർജായി വീട്ടിൽ വന്നു. അപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹമല്ലാതെ വേറെ ഒന്നുമല്ല. ലോകം മുഴുവൻ പ്രാർത്ഥിച്ചു. ഞങ്ങൾ കണ്ണീരോടെ മാതാവിൻ്റെ മുമ്പിൽ 3 രാവും 3 പകലും കുളിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, എഴുന്നേറ്റില്ല, അവിടെ തന്നെ ഇരുന്നു. കത്തിച്ച് വെച്ച മെഴുതിരി കെടാതെ 3 രാത്രി ഒരേ പ്രാർത്ഥന. ഇത് സുഖമെന്നറിഞ്ഞ പാടെ ഞങ്ങൾ 2 പേരും കൂടെ വേളാങ്കണ്ണി പോയി മുട്ടയടിച്ചു, മാതാവിനെ നന്ദി പറഞ്ഞു. അതൊരു വലിയൊരു അത്ഭുതമാണ്. പിന്നെ എൻ്റെ മക്കളാണെങ്കിൽ അവർ നന്നായിട്ട് പ്രാർത്ഥിക്കും. അവിടെ ഇടയ്ക്കിടയ്ക്ക് 2 മാസം 3 മാസം കൂടുമ്പോൾ ധ്യാനമുണ്ട്. ആ ധ്യാനത്തിലൊക്കെ സംബന്ധിക്കും, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളാണ്. മോളെ പറ്റി പറയുകയാണ്, അവൾ സിസ്റ്ററാണ്. എനിക്ക് ചെറുപ്പത്തിൽ നടത്തി പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. സാഹചര്യം കൊണ്ട് എനിക്ക് പോകാൻ സാധിച്ചില്ല. അവളെ നിർബന്ധിച്ചിട്ട് അവളോട് ഒരിക്കലും പോകണമെന്ന് പറഞ്ഞിട്ടുമില്ല. അവൾ ആഗ്രഹപ്രകാരം പോയി. അവൾ നല്ലൊരു സിസ്റ്ററായിട്ട് ജീവിക്കുന്നു. അവളിപ്പോൾ ഓരോ ആവശ്യത്തിനും ഓരോ സഹായത്തിനും വിളിക്കും, മമ്മി ഇന്ന ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഇന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയും. ആ പ്രാർത്ഥിക്കും. ജപമാല സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അതെല്ലാം നടക്കാറുണ്ട്. ഞങ്ങൾ പറയും ഇന്ന കാര്യം നടന്നോട്ടോ, ഇനി അതിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എപ്പോഴും ഇങ്ങനെ നിയോഗങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതുപോലെ അവിടെയുള്ള ചില സിസ്റ്റർമാരൊക്കെ വിളിക്കും, ഇന്ന ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന്. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജപമാല സമർപ്പിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഈ 1000 മണി ജപമാല ചെല്ലുമ്പോൾ ഒരു രഹസ്യത്തിൽ ഒരാളെ വെച്ച് ഒരു കാര്യം വെച്ചിട്ടാണ് ജപമാല ഇല്ലാതെ. ഒരിക്കലും എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറില്ല. ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ ഇല്ല, പ്രാർത്ഥിക്കുകയില്ല. ഞാൻ ഇങ്ങനെ പറയും, എനിക്ക് സഹിക്കാനുള്ള ശക്തി, എഴുന്നേറ്റ് നടക്കാനും സ്വന്തം കാര്യം ചെയ്യാനും സഹിക്കാനുള്ള ശക്തി എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ ആർക്കും അറിയത്തില്ല. അത്രമാത്രം പീഡകളുണ്ട് ശരീരത്ത്. ദേഹത്ത് ചങ്കെല്ലാം പലിച്ചു കീറുന്ന വേദനയാണ് ചില സമയങ്ങളിലെല്ലാം. പക്ഷെ അത് ഡോക്ടർമാർക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. ഞാനങ്ങനെ പല വേദനകളും മിണ്ടിയല്ല, ഞാൻ പരമാവധി ഒതുക്കും, അങ്ങ് കൊണ്ട് നടക്കും. വയ്യാതാകുമ്പോഴേ അങ്ങനെ പറയുള്ളൂ. ഇപ്പം എൻ്റെ കൂടെ ഒപ്പം നിൽക്കുന്നതാണ് എൻ്റെ ചേട്ടന്. എന്ത് അവസ്ഥയിലും കൂടെ നിൽക്കും, എപ്പോഴും എന്ത് വേണമെങ്കിലും ചെയ്തു തരും. ആഴ്ച 2 ദിവസം വെച്ച് ഞാൻ കിടപ്പായിരിക്കും. അന്നേരം വീട്ടു ജോലികളെല്ലാം ചെയ്യും. എല്ലാം തന്നെ നന്നായി നോക്കും, പൊന്നുപോലെ നോക്കും.
ശരീരത്തിന് പീഡകളുണ്ടെങ്കിലും സഹനമുണ്ടെങ്കിലും മനസ്സിന് യാതൊരു പ്രയാസവുമില്ല. സമാധാനത്തോടെ പോകാനും പ്രാർത്ഥിക്കാനും ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട്. എൻ്റെ ശരീരത്തിലാണെങ്കിലും ധാരാളം ഓപ്പറേഷനുകൾ നടന്നിട്ടുണ്ട്. കൊച്ചിലെ തന്നെ അപ്പൻഡിക്സിനും ടോൺസിലിനും ചെയ്തു. അത് കഴിഞ്ഞ് കല്യാണത്തോടെ സിസേറിയൻ 2 ഓപ്പറേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് അധികം താമസിക്കാതെ തന്നെ യൂട്രസ് എടുത്തു മാറ്റി. പിന്നെ പുറത്തൊരു മുഴയുണ്ടായിരുന്നു, അതെടുത്തു മാറ്റി. പിന്നെ 2 കണ്ണിനും ഓപ്പറേഷൻ ചെയ്തു, 2 കൈക്കും ഓപ്പറേഷൻ ചെയ്തു. പിന്നെ കൊച്ചു കൊച്ചു കാലിന് നഖം എടുക്കൽ, ഓപ്പറേഷൻ തേറ്റി കയറുന്ന പല പരിപാടികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വലുതായിട്ട് ഇത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ 3-4 പ്രാവശ്യം വിഷം തീറ്റിയിട്ടുണ്ട്. അപ്പോഴൊന്നും വിഷം ഏൽക്കാതെ കർത്താവ് എന്നെ സഹായിച്ചിട്ടുണ്ട്. അതെല്ലാം എൻ്റെ അമ്മ വഴിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ പ്രാർത്ഥന രീതി എന്താണെന്ന് വെച്ചാൽ, ഞാൻ പിന്നെ സന്ധ്യയ്ക്ക് കിടക്കുമ്പോൾ തുടങ്ങും. കിടക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഉറങ്ങുന്നിടം വരെ അങ്ങ് നിർത്തും. ഉറങ്ങി കഴിയുമ്പോൾ തന്നെ അങ്ങ് മയങ്ങി പോകും, പ്രാർത്ഥനയിൽ അങ്ങ് പോകും. അത് കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന പാട് മാതാവിന് മുമ്പിൽ പോയി മെഴുതിരി കത്തിച്ച് കൊന്തയിലും. ജോലി ചെയ്യുന്ന നേരത്തെല്ലാം നന്മ പറഞ്ഞ് ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കും. എണ്ണോ അളവോ ഒന്നുമില്ല, നന്മ പറഞ്ഞ് ചൊല്ലിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് ഒരു 11-11:30 ആകുമ്പോഴത്തേക്കും ജോലി ചെയ്യും. പിന്നെ എന്നിട്ട് ഞാൻ എൻ്റെ റൂമിൽ പോയി 1000 മണി ജപമാല എടുത്ത് മടി വെച്ച് ചൊല്ലിക്കൊണ്ട് 1 മുതൽ ഒരു 50 നന്മ പറഞ്ഞിട്ട് ഒരാൾക്ക് വെച്ച് ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കും. മടുക്കുമ്പോൾ ചിലപ്പോൾ കുറേ നേരം കിടന്നുകൊണ്ട് തന്നെ ചെല്ലും. ഇല്ലെങ്കിൽ തീരെ വിഷമം തോന്നുവാണെങ്കിൽ അത് അവിടെ വെച്ച് ചെറിയ ജപമാല എടുത്ത് മുറ്റത്തിന് ചുറ്റും നടന്ന് ജപമാല ചെല്ലും. അത് ഏകദേശം ഒരു 5 മണി, 4:30, 5 മണിയൊക്കെ ആകുമ്പോഴേ തീരുള്ളൂ. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് ബാക്കി കാര്യങ്ങൾ നോക്കും. അതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ചേട്ടൻ ചിലപ്പം വിളിക്കും, അന്നേരം എഴുന്നേറ്റ് പോകും. അല്ലെങ്കിൽ ചേട്ടൻ തന്നെ എടുത്ത് കഴിക്കും. ഞാൻ കഴിച്ചില്ലെങ്കിൽ എന്നെ വിളിക്കും, ഞാനും കൂടെ പോകും. അതിനിടയ്ക്ക് ചായ വല്ലതും വേണമെങ്കിൽ ചേട്ടൻ വെക്കും, എനിക്കും കൊണ്ട് തരും. പുള്ളി ഒരു കാര്യത്തിലും എന്നെ വിഷമിപ്പിക്കാറില്ല. പക്ഷേ വീട്ടിൽ ഞാൻ ഒരു കാര്യം മുടക്കം വരാറുമില്ല. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയിക്കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ എൻ്റെ ജോലികൾ ചെയ്യും, നന്മ ചെല്ലും. അത് കഴിഞ്ഞ് ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞ് സന്ധ്യാപ്രാർത്ഥന ഞങ്ങൾ 6:45-നാണ് കുരിശ് വരയ്ക്കുന്നത്. കൃത്യം 6:45-ന് പ്രാർത്ഥിക്കാൻ ഒരു മണിക്കൂറോളം ഉണ്ട്. പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെ അത്താഴമൊക്കെ കഴിഞ്ഞ് ഞാൻ ലേശം നേരം TV കാണും, 1 മണിക്കൂർ. അത് കഴിഞ്ഞ് പിന്നെ കിടക്കും. 2-3 ടോക്ക് കാണും, ബൈബിള് ആരുടെയും അച്ഛന്മാരുടെ. അത് കിടന്നുകൊണ്ട് കേൾക്കും. എന്നിട്ട് മയക്കം വരുമ്പോൾ അതവിടെ വെക്കും. എന്നിട്ട് നന്മ പറഞ്ഞൊറിയും ചൊല്ലിക്കൊണ്ട് കിടക്കും, ഉറങ്ങും. അങ്ങനെ ആ ഒരു ദിവസം എന്നെ കടന്നു പോകുന്നത്. ഞാൻ വലിയ പ്രാർത്ഥനക്കാരിയൊന്നുമല്ല. എന്നാലും കുറേ പേരൊക്കെ നിയോഗം പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കാമോ ചേച്ചിയെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാറുമുണ്ട്. ചിലരെല്ലാം അനുഭവം കിട്ടി, പ്രാർത്ഥിച്ചിട്ട് കാര്യം സാധിച്ചെന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. ഈ അടുത്തത് 2-3 ആഴ്ചക്ക് മുമ്പ് ഒരാളുടെ വിവാഹം നടന്നും പറഞ്ഞ ഒരു ചേട്ടൻ വിളിച്ചു. അങ്ങനെ ചിലരൊക്കെ പറയാറുണ്ട്. അമ്മയുടെ കൂടെ നടക്കുന്ന ഒരു അനുഭവമുണ്ട്. എനിക്ക് പറയാനുള്ളത്, അമ്മയുടെ കരം പിടിച്ചാൽ അമ്മ ഒരിക്കലും ഉപേക്ഷിക്കയില്ല. ഒരു നന്മ നിറഞ്ഞ പറയും പോലും വെറുതെ ആയി പോകുന്നില്ല. നമ്മുടെ കണ്ണുനീരും നമ്മുടെ വിലാപവും എല്ലാം അമ്മ അറിയുന്നു. അമ്മ വഴിയായി അമ്മ അത് പുത്രന് സമർപ്പിക്കുന്നു. അപ്പോൾ നമ്മളെ ദൈവത്തിൻ്റെങ്കിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ പേടിക്കേണ്ട. അത് പെട്ടെന്ന് ഒന്നൊന്നുമല്ല. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അമ്മയോട് കൂടി ഇരിക്കുവാൻ, അമ്മയുടെ കയ്യിൽ സഹനം മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് തരാൻ അതേ ഉള്ളൂ, സ്നേഹവും സഹനവും. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ നിരാശരാകേണ്ട. അമ്മയോട് കൂടി ചേർന്ന് അമ്മ സഹിച്ചതുപോലെ നിശ്ചിതമായി സഹിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അതൊരു വലിയ നേട്ടമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ ജപമാല ചൊല്ലുക, കൂടുതൽ പ്രാർത്ഥിക്കുക, അമ്മയോട് കൂടെ അടുക്കുക. ഇതാണ് എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്.